Good evening, students. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാപ്ലേസസ് ഇക്വേഷൻ ഇൻ വൺ ഡയമെൻഷൻ ആണ് സ്റ്റാർട്ട് ചെയ്തത്. എന്താണ് ലാപ്ലേസസ് ഇക്വേഷൻ ഇൻ വൺ ഡയമെൻഷൻ? നമ്മൾ പറഞ്ഞു ഇറ്റ്സ് സൊല്യൂഷൻ ഈസ് ഇക്വേഷൻ ഓഫ് എ സ്ട്രൈറ്റ് ലൈൻ വി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. അതായത് suppose there are two initial values are given, that means b is equal to 4 at x is equal to 1 and b is equal to 0 at x is equal to 5. Then you can easily solve this equation by substituting the values for x in this equation. Then you can find out the m and c. So in general v of x is equal to minus x plus 5. അതായത് Laplace's equation in one dimension solve ചെയ്യുന്ന സമയത്ത് you need two boundary conditions. There will be two unknowns m and c. In order to find out the constants m and c, we have to apply two boundary conditions. That means potentials at two different points. Then we will get the expression like this. അത് നമ്മളൊന്ന് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്തപ്പോൾ എക്സും വി ഓഫ് എക്സും വെച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് ഗ്രാഫ് ഇങ്ങനെ കിട്ടി ചെയ്തു. This is nothing but an equation of a straight line. അപ്പോൾ നമുക്ക് മനസ്സിലായി വൺ ഡയമെൻഷൻ ലാപ്ലേസസ് ഇക്വേഷൻ ഇൻ വൺ ഡയമെൻഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് an equation of straight line. നോർമലി ലാപ്ലേസസ് ഇക്വേഷൻ ഇൻ വൺ ഡയമെൻഷൻ അല്ലെങ്കിൽ ടു ഡയമെൻഷൻ അല്ലെങ്കിൽ ത്രീ ഡയമെൻഷൻ ഏത് ഡയമെൻഷൻ ആയാലും അത്തരം ലാപ്ലേസസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻസിന് ജനറലായിട്ട് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. അത്തരം പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാനാണ് പോകുന്നത്. ലാപ്ലേസസ് ഇക്വേഷൻ്റെ സൊല്യൂഷനെ ജനറലി നമ്മൾ പറയാറുള്ളത് ദ സൊല്യൂഷൻസ് ആർ ഹാർമോണിക് ഫങ്ഷൻസ്. ഹാർമോണിക്, സിമ്പിൾ ഹാർമോണിക്, ഇത്തരം കോൺസെപ്റ്റുകളൊക്കെ നിങ്ങൾ മാത്തമാറ്റിക്സിലും ഒക്കെ ഫിസിക്സിലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ലാപ്ലേസസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഹാർമോണിക് ഫംഗ്ഷനാണ്. സ്ട്രൈറ്റ് ലൈൻ ഇക്വേഷൻ ഓഫ് എ സ്ട്രൈറ്റ് ലൈൻ ഈസ് ഓൾസോ എ ഹാർമോണിക് ഫംഗ്ഷൻ. ഇത്തരം ഹാർമോണിക് ഫംഗ്ഷൻസിന് ലാപ്ലേസസ് ഇക്വേഷൻസിന് ഇൻ ജനറൽ ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. അത്തരം പ്രോപ്പർട്ടീസാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് the properties of Laplace's equation in one dimension. Properties of Laplace's equation in one dimension. നമുക്ക് കിട്ടിയത് ഡി സ്ക്വയർ ബി ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 ആൻഡ് ബി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് പറയും റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ബി ഓഫ് എക്സും വെച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനൊരു എക്സ്പ്രഷനാണ് ഗ്രാഫാണ് കിട്ടിയത്. ദിസ് ഈസ് 1 2 3 4, this point is 5, the 4 3. അതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. ഈ ഇക്വേഷൻ, അതായത് ഈ ഗ്രാഫ് കാണുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ജനറലി പറയാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു ടേക്ക് ദിസ് പോയിന്റ്, ദാറ്റ് മീൻസ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 5 ആണ്. യു ടേക്ക് ദ മിഡിൽ പോയിന്റ് 3. എക്സ് ഇസ് ഈക്വൽ ടു 3 ആവുമ്പോൾ വി ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് 3 പ്ലസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ്. ഇനി എക്സ് ഇസ് ഈക്വൽ ടു 2 എടുക്കുക. എക്സ് ഇസ് ഈക്വൽ ടു 2ൽ വി ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് 2 പ്ലസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. x is equal to 1 ആവുമ്പോൾ
വി ഓഫ് എക്സ് എന്ന് പറയുന്നത് -1 + 5 ഈസ്, or simply x is equal to 4 കൊടുക്കുക. v of x is equal to -4 + 5 1. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 3 പോയിന്റ് x is equal to 3, x is equal to 2, x is equal to 4. x is equal to 2 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ്, x is equal to 4 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ്. x is equal to 2 ആണെങ്കിൽ വാല്യൂ 3 ആണ്. x is equal to 4 ആവുമ്പോൾ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. x is equal to 3 ആവുമ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം 3 എന്ന് പറയുന്നത് 2-ൻ്റെയും 4-ൻ്റെയും ഇടയിലുള്ളൊരു പോയിൻ്റാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 2-ൽ നിന്ന് 1 കൂട്ടിയാൽ 3 വന്നു, 4-ൽ നിന്ന് 1 കുറച്ചാൽ 3 വന്നു. സോ 3 എന്ന് പറയുന്നത് 2-ൻ്റെയും 4-ൻ്റെയും ഇടയിലുള്ളൊരു പോയിൻ്റാണ്. അതായത് 2-ലേക്കും 4-ലേക്കും 3-ൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വി ഓഫ് എക്സ് നോക്കുക. വി ഓഫ് എക്സ് എക്സ് ഇസ് ഈക്വൽ ടു 3-ൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വി ഓഫ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3 ഈസ് 2 and v of x at x is equal to 4 is 1. ഇനി ഈ 2-ൻ്റെ 1-ൻ്റെ ആവറേജ് എടുക്കാം. എത്ര വരും? 2 + 1/2. v of x at x is equal to 4. രണ്ടിൻ്റെ 1-ൻ്റെ ആവറേജ് എടുക്കുമ്പോൾ നോർമലി 2 1 3 3/2 1.5. v of x at x is equal to 4 is 1. v of x at x is equal to 2 is 3. So 3-ൻ്റെയും v of x at x is equal to നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി. v of x at x is equal to 2 is 3 and v of x at x is equal to 4 is 1. So 3 ഒന്നും കൂടി കൂട്ടാം. 3 + 1 divided by 2 is 4/2 is 2. അതായത് ഇൻ ജനറൽ നമുക്ക് ഇങ്ങനെ എഴുതാം. v of x at x is equal to 1 plus v of x at x is equal to v of x at x is equal to 4 and v of x at x is equal to 3, sorry, x is equal to 2 is equal to 3 plus 1 is equal to 4. So v of x at x is equal to 4 plus v of x at x is equal to 2 whole divided by 2 is 4/2 is 2. That 2 is nothing but v of x at x is equal to 3. അതായത് നമ്മൾ ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോൾ ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ വി ഓഫ് എക്സും എക്സും കൂടി ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോൾ ഇങ്ങനൊരു നേച്ചർ കിട്ടിയെങ്കിൽ നമുക്ക് ഇതാണ് പോയിന്റ് എന്ന് വിചാരിക്കാം. ദിസ് ഈസ് എക്സ്. ഇവിടെ വേറൊരു പോയിന്റ് ഉണ്ട് x + r എന്ന് പറയുന്നൊരു പോയിന്റ്. ഇവിടെ വേറൊരു പോയിന്റ് ഉണ്ട് x - r. അതായത് എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് r ദൂരത്തിൽ റൈറ്റ് സൈഡിൽ ഒരു പോയിന്റ് ഉണ്ട്, r ദൂരത്തിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു പോയിന്റ് ഉണ്ട്. ഈ രണ്ട് പോയിന്റുകളുടെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസിന്റെ ആവറേജ് ആയിരിക്കും അറ്റ് എക്സ് വി ഓഫ് എക്സ് അറ്റ് എക്സ്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, വി ഓഫ് എക്സ് is equal to v of
average of v of x plus r and v of x minus r. അതായത് നിങ്ങൾക്കൊരു പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ ആ പോയിന്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള പോയിന്റുകളുടെ ആവറേജ് വാല്യൂ ആയിരിക്കും ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ. അതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആ പ്രോപ്പർട്ടി നമ്മൾ വളരെ ലളിതമായിട്ട് എഴുതാൻ പോവുകയാണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് property 1. V of x is the average of P of x plus r and V of x minus r for any r. എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ട് ഇതിൽ ഏത് പോയിന്റ് ആർ, അതായത് ഇവിടുത്തെ പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത് ഈ സൈഡിലെയും പോയിന്റുകളുടെ ആവറേജ് വാല്യൂ ആയിരിക്കും ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്നാണ് നമ്മൾ പറയുന്നത്. സോ വി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/2, ആവറേജ് 1/2 എടുക്കുന്നു. വി ഓഫ് എക്സ് പ്ലസ് ആർ, എക്സ് പ്ലസ് ആറിലെ വി പ്ലസ് വി ഓഫ് എക്സ് മൈനസ് ആർ, എക്സ് മൈനസ് ആറിലെ വി, ഇതിൻ്റെ ആവറേജ് ആയിരിക്കും. ദാറ്റ് മീൻസ് ലാപ്ലേസസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് ആൻ ആവറേജ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ലാപ്ലേസസ് ഇക്വേഷൻ ഈസ് എ കൈൻഡ് ഓഫ് average instruction it tells you to assign to the point x the average values to left of x, left side in artham, left of x and to the right of x, x എന്ന് പറയുന്ന ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ വൺ ഡയമെൻഷൻ ലാപ്ലേസസ് ഇക്വേഷൻ വൺ ഡയമെൻഷനിൽ അവർ പറയുന്നത് ദാറ്റ് വാല്യൂ ഈസ് നത്തിങ് ബട്ട് ദ ആവറേജ് ഓഫ് വാല്യൂസ് ഓഫ് പൊട്ടൻഷ്യൽ ടു ദ ലെഫ്റ്റ് ഓഫ് എക്സ് ആൻഡ് ടു ദ റൈറ്റ് ഓഫ് എക്സ്. സോ ഈ ഒരു പോയിന്റിലെ നിങ്ങൾക്കൊരു പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ ഈ സൈഡിലെയും പൊട്ടൻഷ്യലിൻ്റെ ആവറേജ് വാല്യൂ ആയിരിക്കും ഇവിടെ അസൈൻ ചെയ്യപ്പെടുക. അപ്പോൾ നമുക്ക് തോന്നാം ഇതെന്ത് ഇത്ര പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, സപ്പോസ് ദിസ് ഗ്രാഫ് ഈസ് നോട്ട് എ സ്ട്രൈറ്റ് ലൈൻ. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് മനസ്സിലാവുക, ഈ ഫിസിക്കൽ കോൺസെപ്റ്റിൻ്റെ ബ്യൂട്ടി നിങ്ങൾക്ക് മനസ്സിലാവുക. സപ്പോസ് ദ പൊട്ടൻഷ്യൽ, ഇപ്പോൾ നമുക്ക് കിട്ടിയത് ലാപ്ലേസസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ ആണെന്നാണ് കിട്ടിയത്. നമുക്ക് കിട്ടിയ ഗ്രാഫ് എന്ന് പറയുന്നത് വി ഓഫ് എക്സും വെച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഗ്രാഫ് ഇങ്ങനെയാണെന്ന് വിചാരിക്കും. അതായത് അല്ലെങ്കിൽ ഗ്രാഫ് ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രൈറ്റ് ലൈൻ. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ ഒരു പീക്ക് ഉണ്ട്. നിങ്ങൾ ഈ സൈഡിലെ വാല്യൂസും, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ 5 വാല്യൂ, ഇവിടുത്തെ വാല്യൂ 2, ഇവിടുത്തെ വാല്യൂ 2. നിങ്ങൾ ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റ് എടുത്തിട്ട് ലെഫ്റ്റിലുള്ള വാല്യൂവും റൈറ്റിലുള്ള വാല്യൂവും കൂടി ആവറേജ് എടുത്താൽ ഒരിക്കലും നിങ്ങൾക്ക് 5 കിട്ടില്ല. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പോയിന്റിൽ ഫസ്റ്റ് പോയിന്റ് x1 എന്ന് വിചാരിക്കുക,
ഇത് x2 എന്ന് വിചാരിക്കുക. x1ലുള്ള പൊട്ടൻഷ്യൽ 2, x2ലുള്ള പൊട്ടൻഷ്യലും 2. രണ്ടും കൂടി കൂട്ടുന്നു, അതിൻ്റെ ആവറേജ് എടുക്കുന്നു. ഒരിക്കലും 5 കിട്ടില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ടാണ് ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ലീനിയറായിട്ട് വേരി ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് സംഭവിച്ചത്? നമുക്ക് ഒരു ആവറേജ് വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റിയത്. ഒരു പർട്ടിക്കുലർ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആ പോയിന്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള വാല്യൂസിൻ്റെ ആവറേജ് ആയിരിക്കും. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. അപ്പോൾ അങ്ങനെ ലീനിയർ ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ അറിയില്ലെങ്കിൽ പോലും അതിൻ്റെ അപ്പുറത്തെയും ഇപ്പുറത്തെയും വാല്യൂസ് നിങ്ങൾ അതിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചാൽ, വളരെ ലളിതമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, അതിൻ്റെ അപ്പുറത്തെയും ഇപ്പുറത്തെയും ലെഫ്റ്റിലെയും റൈറ്റിലെയും പോയിന്റുകളുടെ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ പോയിന്റിലെ പൊട്ടൻഷ്യൽ അസൈൻ ചെയ്യാൻ പറ്റും. സോ we can generally say that Laplace's equation is a kind of average instruction. It tells you to assign ഏത് വാല്യൂ ആണ് അസൈൻ ചെയ്യേണ്ടത് പറഞ്ഞിരുന്നു. ടു ദ പോയിന്റ് x, the average values to the left of x and to the right of x. ക്ലിയർ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പ്രോപ്പർട്ടിയുടെ ഒരു എക്സ്റ്റൻഷനാണ് നമ്മൾ അടുത്ത പ്രോപ്പർട്ടി പറയുന്നത്, പ്രോപ്പർട്ടി 2. പ്രോപ്പർട്ടി 2. അപ്പോൾ നമുക്ക് കിട്ടിയ പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ വീണ്ടും ഓർക്കുക. ഞാൻ വീണ്ടും വരയ്ക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വി ഓഫ് എക്സും വെച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എക്സാമ്പിൾ 4, ദിസ് വാല്യൂ ഈസ് 1, ഈ പോയിന്റ് 5, ഈ പോയിന്റ് 1. ഇങ്ങനെയാണ് നമ്മൾ എടുത്തിരുന്നത് നമ്മൾ പഴയ പ്രീവിയസ് എക്സാമ്പിൾ. അപ്പോൾ എക്സിൻ്റെ എക്സ്ട്രീം വാല്യൂസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 1ഉം ഈ പോയിന്റിൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 5ഉമാണ്. എക്സ് 1 ആയപ്പോഴാണ് പൊട്ടൻഷ്യൽ മാക്സിമം ആയത് 4. എക്സാമ്പിളിൽ നിന്ന് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എക്സ് 5 ആയപ്പോഴാണ് നമുക്ക് ഇവിടെ പൊട്ടൻഷ്യൽ, കഴിഞ്ഞ എക്സാമ്പിളിൽ നമുക്ക് തോന്നുന്നു ഇത് 0 ആയിരുന്നു. എക്സ് 5 ആയപ്പോൾ ഇത് 0 ആയി. അപ്പോൾ എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുന്നത് x1ലും എക്സ്ട്രീം വാല്യൂസ് 2 എൻഡുകളിലാണ്. 1ലും ഇതൊരു എൻഡ്, ഇത് വേറെ എൻഡ്, അല്ലെങ്കിൽ ഇതൊരു ബൗണ്ടറി, ഇതൊരു പ്രോബ്ലത്തിൻ്റെ മറ്റൊരു ബൗണ്ടറി. അപ്പോൾ നമുക്ക് കാണാൻ പറ്റി പൊട്ടൻഷ്യലിൻ്റെ എക്സ്ട്രീം വാല്യൂസ്. എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ മിനിമം ഓർ മാക്സിമം, എല്ലാവർക്കും അറിയാം. മാക്സിമം വാല്യൂ വന്നത് x=1ലും മിനിമം വാല്യൂ x=5ലുമാണ് വന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അടുത്ത പ്രോപ്പർട്ടി പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുന്നത് ബൗണ്ടറിയിലാണുള്ളത്. ഇപ്പോൾ ആ പ്രോപ്പർട്ടി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ആ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്: Laplace's equation tolerates no local maxima or local minima. Extreme values occur only on boundaries. എന്താ പറഞ്ഞാണ്? ലാപ്ലേസസ് ഇക്വേഷനിൽ ഒരിക്കലും ആ പൊട്ടൻഷ്യൽ ഒരു ലീനിയർ ആയിട്ടാണ് വേരി ചെയ്യുന്നത്. അതായത് ഇവിടുന്ന് 1ൽ നിന്ന് 5ലേക്ക് പോകുമ്പോൾ പൊട്ടൻഷ്യൽ ലീനിയർ ആയിട്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സ്ട്രൈറ്റ് ലൈൻ്റെ ഒരു ബിഹേവിയറാണ്, ലീനിയർ വേരിയേഷനാണ്. അപ്പോൾ അത് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് ലാപ്ലേസസ് ഇക്വേഷൻ ടോളറേറ്റ്സ് നോ ലോക്കൽ മാക്സിമ ഓർ ലോക്കൽ മിനിമ. ഏതെങ്കിലും ഒരു മിഡ് വേയിൽ വെച്ചിട്ട് ഇതിൻ്റെ വേരിയേഷൻ പൊട്ടൻഷ്യൽ വേരി ചെയ്യുന്ന റീജിയനിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ മിഡ് വേയിൽ വെച്ചിട്ട് പൊട്ടൻഷ്യൽ മാക്സിമോ മിനിമോ ആവുന്നില്ല. എക്സ്ട്രീം വാല്യൂസ് ഒക്കർ ഓൺലി ഓൺ ബൗണ്ടറീസ്.
ബൗണ്ടറിയിലാണ് മാക്സിമം അല്ലെങ്കിൽ മിനിമം വരുന്നത്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ട്രൈറ്റ് ലൈനിന് പകരം ഇഫ് ദ ഗ്രാഫ് ഈസ് ലൈക്ക് ദിസ്, അപ്പോൾ നമുക്ക് പറയാം ഒരു ലോക്കൽ മാക്സിമം ഇതിലുണ്ട് എന്ന് പറയാം. പൊട്ടൻഷ്യൽ വേരി ചെയ്യുന്നത് ലീനിയർ അല്ല, സ്ട്രൈറ്റ് ലൈൻ അല്ല, അതുകൊണ്ട് തന്നെ ലോക്കൽ മാക്സിമം വന്നു. പക്ഷേ ലാപ്ലേസസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഒരിക്കലും അങ്ങനെ വരില്ല, ലീനിയർ വേരിയേഷൻ ആയിരിക്കും. എക്സ്ട്രീം വാല്യൂസ് അല്ലെങ്കിൽ മിനിമം അല്ലെങ്കിൽ മാക്സിമം വാല്യൂസ് എന്ന് പറയുന്നത് ബൗണ്ടറിയിൽ മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. സോ ഇറ്റ് ടോളറേറ്റ്സ് നോ ലോക്കൽ മാക്സിമം ഓർ മിനിമം. എക്സ്ട്രീം വാല്യൂസ് ഒക്കർ ഓൺ ബൗണ്ടറീസ്. ഇപ്പോൾ രണ്ട് പ്രോപ്പർട്ടി വീണ്ടും ആവർത്തിക്കുന്നു. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്, ദ വാല്യൂ അസൈൻഡ് at that point is the average of those around that point, or those left and right, average of those left and right of that point. And second property എന്ന് പറയുന്നത് it has no local maximum or local minimum. Extreme values occur on boundaries. ഈ പ്രോപ്പർട്ടിയെ കണക്ട് ചെയ്തുകൊണ്ട് മാത്തമാറ്റിക്കലി നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. മാത്തമാറ്റിക്സിൽ നമ്മൾ മാക്സിമ മിനിമ കണ്ടീഷൻ പഠിച്ചിട്ടുണ്ടോ? മാക്സിമ മിനിമ കണ്ടീഷൻ്റെ ഒരു ബേസിക് കണ്ടീഷൻ, ഇപ്പോൾ വി എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇപ്പോൾ വി ഓഫ് എക്സ് എന്ന് പറയുന്നത് മാക്സിമം ആവണമെന്ന് വിചാരിക്കും. മാക്സിമ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡി വി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഫസ്റ്റ് കണ്ടീഷൻ മാക്സിമം ആവണമെങ്കിൽ ഡി സ്ക്വയർ വി ബൈ ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഡി സ്ക്വയർ വി ബൈ ഡി എക്സ് സ്ക്വയർ മസ്റ്റ് ബി നെഗറ്റീവ്. മിനിമയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡി വി ബൈ ഡി എക്സ് മസ്റ്റ് ബി 0 ആൻഡ് ഡി സ്ക്വയർ വി ബൈ ഡി എക്സ് സ്ക്വയർ മസ്റ്റ് ബി പോസിറ്റീവ്. ഇവിടെ ലാപ്ലേസസ് ഇക്വേഷനിൽ നമുക്ക് കിട്ടിയേക്കുന്നത് എന്താ? ഡി സ്ക്വയർ വി ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. മാക്സിമ കണ്ടീഷനും അല്ല, മിനിമ കണ്ടീഷനും അല്ല. അപ്പോൾ വളരെ വ്യക്തമാണ്, ലാപ്ലേസസ് ഇക്വേഷനിലെ എക്സ്ട്രീം വാല്യൂസിന് മാത്രമേ മാക്സിമം മിനിമം വരുള്ളൂ. ഇറ്റ് ടോളറേറ്റ്സ് നോ ലോക്കൽ മാക്സിമ ഓർ ലോക്കൽ മിനിമ. ഓക്കെ, അടുത്തത് so we have already discussed Laplace's equation in one dimension. അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു, ഇറ്റ്സ് എ സ്ട്രൈറ്റ് ലൈൻ. ആൻഡ് വി ഹാവ് ഡിസ്കസ്ഡ് 2 ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലേസസ് ഇക്വേഷൻ. ഒരു കാര്യം വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി പറയുകയാണ്, ലാപ്ലേസസ് ഇക്വേഷൻ ഇനി 2 ഡയമെൻഷൻ പറയുമ്പോഴും 3 ഡയമെൻഷൻ പറയുമ്പോഴും ലാപ്ലേസസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും നമ്മൾ ആവർത്തിക്കും. അതായത് പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലേസസ് ഇക്വേഷൻ ആർ സിമിലർ ഇൻ 2 dimension, 3 dimension and 1 dimension. All properties are same. ചെറിയൊരു വേരിയേഷൻസ്, ചെറിയൊരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള വേരിയേഷൻ മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ലാപ്ലേസസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻസിൻ്റെ 2 പ്രോപ്പർട്ടി ഉണ്ട്. ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആവറേജിങ് ഇൻസ്ട്രക്ഷൻ ആണെന്നും മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലോക്കൽ മാക്സിമയും ലോക്കൽ മിനിമയും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇത് 2 ഡയമെൻഷനിലും റിപ്പീറ്റ് ചെയ്യും, 3 ഡയമെൻഷനിലും നമ്മൾ തന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിനി സംസാരിക്കാൻ പോകുന്നത് Laplace's equation in 2 dimensions. Laplace's equation in 2 dimensions. So, 2 dimension means the potential V is a function of 2 coordinates x and y. നമുക്ക് സിംപിളി ഇവിടെ ചൂസ് ചെയ്യാം. 2 കോർഡിനേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വൈനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻ ജനറൽ ലാപ്ലേസസ് ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് del square V is equal to 0 ആണ്. സോ ഇൻ ജനറൽ വി ക്യാൻ റൈറ്റ് dou square V by dou x square plus dou square V by dou y square is equal to 0. So it says
it is not a ordinary differential equation, it is a partial differential equation. എല്ലാവർക്കും അറിയുന്നതാണ്. It's a partial ordinary differential equation. സിംപ്ലി നമുക്ക് പി ഡി ഇ മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ നമ്മൾ അങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. പി ഡി ഇ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് v is a function of x and y. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ടെക്നിക്കുകൾ മാത്തമാറ്റിക്സിൽ, കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ടെക്നിക്കുകൾ നമുക്കറിയാം. ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒന്ന് നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സ് നന്നായി പഠിച്ച ആളുകൾക്ക് ഇത് ഓർമ്മയുണ്ടാവും. സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ആക്ച്വലി ഒരു tedious ജോബാണ്. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത സമയത്ത്, അതായത് 1 ഡയമെൻഷണൽ പ്രോബ്ലം സോൾവ് ചെയ്ത സമയത്ത് സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. വളരെ ലളിതമായിട്ട് നമുക്കത് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷൻ ഒരു ജനറൽ ഫോം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ആ പ്രോബ്ലത്തിനനുസരിച്ച് അതിൻ്റെ ജനറൽ ഫോമിന് വ്യത്യാസം വരും. എല്ലാ പ്രോബ്ലത്തിനും ഒരേ രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ നമുക്ക് നടത്താൻ പറ്റില്ല. സോ ഇൻ ജനറൽ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ ഫോം എഴുതുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഹൈലി കോംപ്ലിക്കേറ്റഡ്. നമുക്ക് അങ്ങനെ ഒരു ജനറൽ ഫോം റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പിക്ചോറിയലി ഇപ്പോൾ 1 ഡയമെൻഷൻ ആകുമ്പോൾ നമുക്ക് എളുപ്പമാണ് അതിൻ്റെ വേരിയേഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ. എക്സ് ആക്സിസ്, അതായത് ഒരു കോർഡിനേറ്റ് എക്സും ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ എക്സ് ആക്സിസിൽ എക്സ് കൊടുക്കുക, വൈ ആക്സിസിൽ വി ഓഫ് എക്സ് കൊടുക്കുക, ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ സ്ട്രൈറ്റ് ലൈൻ കിട്ടി. വളരെ ലളിതമാണ്. പക്ഷേ ഇവിടെ ഒരു 2 ഡയമെൻഷനിലാണ്. വി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് 2 കോർഡിനേറ്റ്സ് എക്സ് ആൻഡ് വൈ. നോർമലി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ വി ഓഫ് എക്സ് ഒരു സർഫസിലാണ് വേരി ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഫിസിക്കൽ പ്രോബ്ലത്തിൽ നമുക്കത് പറയാം. അപ്പോൾ എക്സും റെപ്രസെൻറ്റ് ചെയ്യണം, വൈയും റെപ്രസെൻറ്റ് ചെയ്യണം. ഗ്രാഫിക്കലി നമുക്കത് റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫിസിക്കലി എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് എങ്ങനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ നിങ്ങളുടെ ഡേവിഡ് ജെ ഗ്രിഫിത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അതിനെ ഒരു അനലോഗി വെച്ചിട്ട്, ഒരു പർട്ടിക്കുലർ അനലോഗി വെച്ചിട്ട് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ നമ്മൾ കാണിക്കുന്നുണ്ട്. അതിന് അവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവർ ചെയ്യുന്നത് 2 കോർഡിനേറ്റ് എടുത്തു. ഇത് എക്സ്, ഇത് വൈ. എക്സ് മാറുന്നുണ്ട്, വൈയും മാറുന്നുണ്ട്. മൂന്നാമത്തെ കോർഡിനേറ്റ് ആയിട്ട് പി ഓഫ് എക്സ് വൈ റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു സർഫസിലാണ് നമ്മളൊരു പോയിന്റ് റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ സർഫസിലൊരു പോയിൻ്റാണ്. ഈ പോയിന്റിലെ പൊട്ടൻഷ്യലാണ് നമ്മൾ ഈ കോർഡിനേറ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷണൽ പ്രോബ്ലത്തിൽ എക്സും അടയാളപ്പെടുത്തണം, വൈയും അടയാളപ്പെടുത്തണം. അപ്പോൾ ഇതാണ് പോയിന്റ് എന്ന് വിചാരിക്കും, പി ഓഫ് എക്സ് വൈ. ഈ പോയിന്റിലെ പൊട്ടൻഷ്യലാണ് നമുക്ക് ഈ ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അതിൻ്റെ എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം, വൈ വാല്യൂവും റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്ക് അതിൻ്റെ ആക്സിസിലേക്ക് റെപ്രസെൻറ്റ് ചെയ്ത് വൈയും ഇത് എക്സുമാണ്. അപ്പോൾ ഇന്ന എക്സ് വാല്യൂ ഇന്ന വൈ വാല്യൂ ആ പോയിന്റിലാണ് പി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ വി ഓഫ് എക്സ് എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് നമുക്ക് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ ചോദിച്ചാൽ അവർ ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത്
റെക്റ്റാങ്കുലർ ബോക്സ് എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള റെക്റ്റാങ്കുലർ ബോക്സ് എടുത്തിട്ട് ഇതുപോലുള്ള റെക്റ്റാങ്കുലർ ബോക്സ് എടുത്തിട്ട് ഈ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ ടോപ്പ് സർഫസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. സോ യു ടേക്ക് എ കാർഡ്ബോർഡ് ബോക്സ്. പറയുന്നത് എന്താ വെച്ചാൽ യു ടേക്ക് എ കാർഡ്ബോർഡ് ബോക്സ്, take a cardboard box. നമ്മളൊരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തു എന്ന് വിചാരിക്കാം. ഇങ്ങനൊരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തു. ആ കാർഡ്ബോർഡ് ബോക്സിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ യു കട്ട് എ വേവി ലൈൻ. നിങ്ങൾക്ക് തോന്നിയ രീതിയിൽ ഒരു വേവി ലൈൻ, കുറച്ച് ഇറഗുലർ ആയിട്ടുള്ള രീതിയിൽ ആ കാർഡ്ബോർഡ് ബോക്സിൻ്റെ ടോപ്പ് സർഫസ് ഓൺ ദ ടോപ്പ് സർഫസ് ഒരു ഇറഗുലർ ഷേപ്പിൽ അത് കട്ട് ചെയ്ത് പോകും. എന്നിട്ട് ആ മോൾ ഭാഗത്ത് നിങ്ങൾ ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ, ഒരു റബ്ബർ ഷീറ്റ് എടുത്തിട്ട് ഫിക്സ് ചെയ്ത് വെക്കും. അപ്പോൾ ഇങ്ങനൊരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ട് ആ കാർഡ്ബോർഡ് ബോക്സിൽ ഒരു വേവി ലൈനിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾ ഒരു റബ്ബർ ഷീറ്റ് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് വെക്കും. സോ ഇതാണ് നമ്മളുടെ ഈ ഗ്രാഫിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതി. ഇതാണ് ഞാൻ അവിടെ വരച്ചേക്കുന്നത്. ഇത് വൈയും ഇത് എക്സും ആയിട്ട് എടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ ഈ റബ്ബർ മെംബ്രെയിനിലേക്കുള്ള ഹൈറ്റ് മെഷർ ചെയ്യാം. That will be V of xy. So ഇതിനെ പിക്ചോറിയലി റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു. യു ടേക്ക് എ കാർഡ്ബോർഡ് ബോക്സ്, കട്ട് എ വേവി ലൈൻ ആൻഡ് stretch a rubber membrane over the surface, and the height of the rubber membrane from the surface is V of xy. എന്തുകൊണ്ടാണ് ഈ റബ്ബർ മെംബ്രെയിൻ റബ്ബർ മെംബ്രെയിൻ പറയുന്നത്? അത് ഈ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.